ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗ്യാസ് സിലിണ്ടർ വളരെ ഈസി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ്. നമുക്കറിയാം, നിലവിലിപ്പോൾ ഗ്യാസ് സിലിണ്ടറിനൊക്കെ വളരെയധികം പ്രതിസന്ധിയുള്ള ഒരു സമയമാണ് അല്ലേ. വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിലവിൽ നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്? നിലവിൽ ആ ഒരു പുസ്തകത്തിൽ നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു ബുക്കിലുണ്ടായിരിക്കും ആ നമ്പറിൽ വിളിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ബുക്ക് ചെയ്യാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മിസ് കോളിലൂടെ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, വാട്സപ്പിലൂടെ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ SMS-ലൂടെ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് വ്യത്യസ്ത കമ്പനികളുടെ ഗ്യാസുകൾ എങ്ങനെയാണ് വളരെ ഈസി ആയിക്കൊണ്ട് ബുക്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. നിലവിൽ നമുക്ക് 3 കമ്പനികളാണ് ഗ്യാസിൻ്റെത് വരുന്നത്. അത് ഇൻഡെക്സ്, അതുപോലെ തന്നെ HP, ഭാരത് ഗ്യാസ്. ഈ 3 കമ്പനികളാണ് നിലവിലുള്ളത്. അപ്പോൾ കോളിങ്ങിലൂടെ മാത്രമല്ല നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ആപ്ലിക്കേഷനിലൂടെയും മിസ് കോളിലൂടെയും അതുപോലെ തന്നെ SMS-ലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന നമ്പറാണ് നമുക്ക് ഇതിന് വേണ്ടത്. ആദ്യമായി കൊണ്ട് നമ്മൾ ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്നിടത്താണ് നോക്കാൻ പോകുന്നത്. 3 കമ്പനികളതും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാട്സപ്പ് വഴിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ നിന്ന് റീഫിൽ എന്ന് മെസ്സേജ് അയക്കുക. ഈ ഒരു നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്ന് വേണം നിങ്ങളത് ചെയ്യാൻ. പിന്നെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് സർവീസാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാസ് വളരെ ഈസി ആയിക്കൊണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. SMS-ഉം അതുപോലെ തന്നെയാണ്. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, SMS അയക്കുക. അതും ഇതുപോലെ തന്നെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ റീഫിൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു SMS കമ്പോസ് ചെയ്ത് കൊടുക്കുക. കൺഫർമേഷൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി മിസ് കോഡിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ് കോൾ കൊടുക്കുക. മിസ്ഡ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഈസി ആയിക്കൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം രജിസ്റ്റേർഡ് നമ്പർ വെച്ചുകൊണ്ട് നമുക്കിത് ലോഗിൻ ചെയ്യാം. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് ബുക്കിംഗ് പൂർത്തിയാവുന്നതാണ്. നമുക്കറിയാം, എല്ലാവരും SMS-ലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ മിസ്ഡ് കോളിലൂടെയൊക്കെ ആയിരിക്കും കൂടുതൽ പേര് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനാണ് ഒന്നുകൂടെ ഉപകാരപ്രദമായിട്ടുള്ളത്. പെട്ടെന്ന് ബുക്കിംഗ് നടക്കുന്നു എന്ന് ഒരുപാട് പേര് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്യുന്നതായിരിക്കും. ഏത് ഗ്യാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു 3 കമ്പനികളിലും നമുക്ക് ആപ്ലിക്കേഷനിലൂടെ ആയിരിക്കും ഒന്നുകൂടെ എളുപ്പത്തിൽ നമുക്ക് ബുക്കിംഗ് നടക്കുന്നത്. ഇനി നമ്മൾ HP ഗ്യാസാണ് നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പർ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു നമ്പർ നിങ്ങൾ വാട്സപ്പിനകത്ത് സേവ് ചെയ്യുക. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്യാസ് ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് നമ്പറിൽ നിന്ന് അതിലേക്ക് ഹായ് എന്നോ അല്ലെങ്കിൽ ബുക്ക് എന്നോ ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതായത് ഗ്യാസ് ബുക്കിങ്ങിനാണെങ്കിൽ അതിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. SMS നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, SMS അയക്കുക. SMS അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നമ്പറിലേക്ക് HP ഗ്യാസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് റീപ്ലൈ വരും. ഇനി നിങ്ങൾക്ക് മിസ്ഡ് കോളിലാണ് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിന്ന് നിങ്ങൾ മിസ്ഡ് കോൾ കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. HP പേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. രജിസ്റ്റേർഡ് നമ്പറിൽ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് LPG എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നമുക്ക് സിലിണ്ടർ റീഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുവഴി നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ ഭാരത് ഗ്യാസിൻ്റെതാണ് നോക്കാൻ പോകുന്നത്. ഭാരത് ഗ്യാസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വാട്സപ്പിലൂടെയാണ് എങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്ന് നമുക്ക് ഹായ് എന്നോ അല്ലെങ്കിൽ ബുക്ക് എന്നോ ടൈപ്പ് ചെയ്ത് അയക്കുക. പിന്നെ വരുന്ന റീപ്ലൈ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ SMS-ലൂടെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് എങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ നമ്മളെ രജിസ്റ്റേർഡ് നമ്പറിൽ നിന്നും LPG എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന റീപ്ലൈ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. ഇനി നിങ്ങൾ ആപ്ലിക്കേഷനിലൂടെയാണ് ഇതുപോലെ ബുക്ക് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അലോ BPCL ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതും ഇതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് സൈനപ്പ് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അതിനകത്ത് നമുക്ക് റീഫിൽ സിലിണ്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓർഡർ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിംഗ് പൂർത്തിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SMS-ഉം വാട്സപ്പും ഫോൺ കോളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കമ്പനികളിൽ വളരെ ഈസി ആയിക്കൊണ്ട് എങ്ങനെയാണ് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.